ഹലോ. അപ്പോൾ ദേ ഇത് ഞാൻ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പിലോപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തേങ്ങായും മുളകൊക്കെ അരച്ച് നന്നായിട്ട് കറി വെച്ചെടുക്കാവേ. അപ്പോൾ ഞാൻ ദേ മീൻ നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി എടുത്തിട്ട് അതിൽ നിന്നൊരു 3 കഷ്ണം എടുത്ത് മാറ്റിയിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. അത് ദേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ദേ തേങ്ങാപ്പീര എടുത്തിട്ട് അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കാവേ. ഞങ്ങൾ ഇവിടെ കടുക് ഉലുവയൊന്നും പൊട്ടിക്കാറില്ല കേട്ടോ. അപ്പോൾ അത് എണ്ണ ചൂടായപ്പോഴത്തേക്കും ഞാൻ സവാളയും ഇഞ്ചിയും പച്ചമുളകിൻ്റെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരും തന്നെ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണില്ലേ. അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതേ ഞാൻ ഉള്ളി വാടാൻ വേണ്ടി ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സവാള വാടി വന്നപ്പോഴത്തേനും ഞാൻ അരപ്പ് നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അരപ്പ് മൊരിഞ്ഞ് വന്നപ്പോഴത്തേനും ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ മിക്സി ജാറ് കഴുകിയ കുറച്ച് അരപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ ഇത്തിരി വേപ്പില തൂവി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ തിളക്കണ വരെ. അപ്പോൾ അതേ നമ്മുടെ കറി നന്നായിട്ട് നമ്മുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ മീനെന്ന് പറഞ്ഞാൽ തിളക്കാനായിട്ട് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. നമ്മുടെ മീനായതുകൊണ്ടിട്ട് വലിയ വേവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നോളൂ. കുറേ അങ്ങോട്ടിട്ട് വേവിച്ച് ഈ മീൻ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കറി തിളച്ചപ്പോൾ തന്നെ വൈകുന്നേരം ഞാൻ ചായ കുടിക്കാനുള്ള പാലിത് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ ഇതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ ഇതേ മാറ്റി വെച്ചിട്ട് നമ്മുടെ വറുക്കാൻ വെച്ചേക്കണ മീനില്ലേ അതിതേ എണ്ണയിൽ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്ത് ചായ കുടിക്കാൻ പോകുന്നത് പഴംപൊടി അടിച്ച് പഴംപൊടി